ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സെൻറ്റൻസ് പാറ്റേൺസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ കൃത്യമായിട്ട് ചില സെൻറ്റൻസ് പാറ്റേൺസ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലുവൻ്റായി സംസാരിക്കാനും നാച്ചുറലായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പം ഇന്നത്തെ ലെസൺ സെൻറ്റൻസ് പാറ്റേണിൻ്റെ രണ്ടാമത്തെ ലെസണാണ്, സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഇറ്റ് ഈസ് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാട് നമ്മുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ശ്രദ്ധിക്കുക. ഈസി എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഈസി. ഇറ്റ് ഈസ് ഈസി ടു കുക്ക് ഫുഡ്. ഭക്ഷണം പാകം ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാണ്. ഇറ്റ് ഈസ് ഈസി ടു കുക്ക്. നോക്കൂ, ഇറ്റ് ഈസ് കഴിഞ്ഞിട്ട് ഈസി എന്ന അഡ്ജക്റ്റീവ് വെച്ചു, പിന്നെ ടു, അത് കഴിഞ്ഞാൽ കുക്ക്, പാചകം ചെയ്യുക എന്നതിൻ്റെ ഒരു ബേസ് ഫോം വെച്ചു. ഇറ്റ് ഈസ് ഈസി ടു ഓർഡർ ഫുഡ് ഓൺലൈൻ. ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈസി. എത്രയോ സെൻറ്റൻസ് നമുക്ക് അതുപോലെ ഉണ്ടാക്കാം. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ് ഇഫ് യു പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു വാക്ക് 30 minutes എ ഡേ. ഒരു ദിവസം 30 minutes നടക്കാൻ വളരെ ഈസിയാണ്. ഇനി ഈസി മാറ്റാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആക്കാം. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത്, എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ, അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് അറ്റ് 5 AM. ടു വേക്കപ്പ്, 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ഓൾ പാസ്വേഡ്സ്. എല്ലാ പാസ്വേഡ്സും ഓർമ്മിക്കുക എന്നത് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇൻഷുറൻസ് റൂൾസ്. ഇൻഷുറൻസിൻ്റെ റൂൾസൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇനി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് അല്ലേ ഹാർഡ്. അതും ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് എന്ന മീനിങ്ങിൽ തന്നെയാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ഓൺ മൺഡേ. മൺഡേ നേരത്തെ എഴുന്നേൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ഓൺ മൺഡേ. ഇറ്റ് ഈസ് ഹാർഡ് ടു ഫോർഗെറ്റ് ബാഡ് മെമ്മറീസ്. ബാഡ് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ, നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകളൊക്കെ മറക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഫോർഗെറ്റ് ബാഡ് മെമ്മറീസ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ക്വിറ്റ് ബാഡ് ഹാബിറ്റ്സ്. മോശമായ ശീലങ്ങൾ, ഹാബിറ്റ്സ് ഒക്കെ ക്വിറ്റ് ചെയ്യുക, അത് വിട്ടുപോവുക, അത് മാറ്റുക, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യുക എന്നത്. ഇറ്റ് ഈസ് ഹാർഡ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ക്വിറ്റ് ബാഡ് ഹാബിറ്റ്സ്. വളരെ ഈസി അല്ലേ? ചെറിയ ചെറിയ സെൻറ്റൻസ് ഇതുപോലെ ഉണ്ടാക്കി പരിശീലിക്കുക. ഗുഡ് അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ്സ് ഗുഡ് ടു എക്സസൈസ് റെഗുലർലി. പതിവായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു സ്ലീപ്പ് 7 to 8 hours. 7 to 8 hours ഉറങ്ങുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. ടു ഹാവ്, നോക്കൂ, ടു പ്ലസ് വേർബ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് മെഡിസിൻസ് ഓൺ ടൈം. കൃത്യസമയത്ത് തന്നെ മെഡിസിൻസ് കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് മെഡിസിൻസ് ഓൺ ടൈം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സേവ് മണി ഫോർ എമർജൻസീസ്. എമർജൻസിക്ക് വേണ്ടിയിട്ട് മണി സേവ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാഡ് വേറൊരു അഡ്ജക്റ്റീവ് ആണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്, വളരെ കോമൺ ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ്. പക്ഷേ അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇറ്റ് ഈസ് ബാഡ് ടു സ്കിപ്പ് മെഡിസിൻസ്. ചില ആളുകളൊക്കെ മെഡിസിൻസ് സ്കിപ്പ് ചെയ്യില്ലേ, അപ്പോൾ ഇറ്റ്സ് ബാഡ് ടു സ്കിപ്പ് മെഡിസിൻസ്. ഇറ്റ് ഈസ് ബാഡ് ടു സ്ലീപ്പ് ലെസ് ദാൻ 5 hours. ഒരു 5 hours കുറവ് ഉറങ്ങുന്നത് ബാഡാണ്, നല്ലതല്ല. ഇറ്റ് ഈസ് ബാഡ് ടു വേസ്റ്റ് മണി. മണി വേസ്റ്റ് ചെയ്യുന്നത് മോശമാണ്, നല്ലതല്ല.
എക്സ്പെൻസീവ്, വില പിടിച്ചത്, എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന അഡ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു റെൻറ്റ് എ ഹൗസ് ഇൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഒരു ഹൗസ് റെൻറ്റിന് എടുക്കുക എന്നത് വളരെ വില പിടിച്ച ഒരു കാര്യമാണ്, പൈസ കൂടുതൽ കൊടുക്കണം എന്ന്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു റെൻറ്റ് എ ഹൗസ് ഇൻ ബാംഗ്ലൂർ. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു ബൈ എ ന്യൂ ഐഫോൺ. ഒരു പുതിയ ഐഫോൺ വാങ്ങുക എന്നത് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു സ്റ്റഡി അബ്രോഡ്. വിദേശത്ത് പഠിക്കുക എന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, അത് വില പിടിപ്പുള്ള ഒരു കാര്യമാണ്, പൈസ ചിലവാകുന്ന കാര്യമാണ്. ഡേഞ്ചറസ് വേറെ ഒരു അഡ്ജക്റ്റീവാണ്, അപകടകരമായത്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഡ്രൈവ് വിത്തൗട്ട് ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് അപകടകരമാണ്. ഇറ്റ് ഈസ് റോങ് ടു ചീറ്റ്. ചതിക്കുക എന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് റോങ്. ഹാംഫുൾ വേറെ ഒരു അഡ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ഹാംഫുൾ ടു സ്മോക്ക്. സ്മോക്ക് ചെയ്യുന്നത് ഹാംഫുൾ ആണ്. ഇതുപോലെ ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സെൻറ്റൻസസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. ഹെൽത്തി, അഫോർഡബിൾ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ചീപ്പ്, വില കുറഞ്ഞത്, നെസസറി, ആവശ്യമുള്ളത്, എസെൻഷ്യൽ, ആവശ്യമുള്ളത്, ഇങ്ങനെ എത്രയോ അഡ്ജക്റ്റീവ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഒന്ന് സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും.